ഹലോ ഡിയേഴ്സ്, ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് തോട്ട്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി വളരെയധികം സൈലൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് എല്ലാ കാര്യങ്ങളും അവരുടെ ലൈഫിൽ തുറന്നു പറയുന്നുണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ അവർ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ചില ഭയങ്ങൾ ഉണ്ടായിരിക്കാം, കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അപ്പം എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളോട് ഈ ഒരു വ്യക്തി മുഴുവൻ കാര്യവും തുറന്ന് സംസാരിക്കുന്നുണ്ടാവില്ല, സൈലൻ്റ് ആയിരിക്കാം. നിലവിലെ സാഹചര്യത്തിൽ വളരെയധികം സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് മൂൺ. അവരുടെ മനസ്സിൽ അവർക്ക് വളരെയധികം കൺഫ്യൂഷനും പേടികളും എല്ലാം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ വളരെയധികം സൈലൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പിടിതരാതെ നടക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി. ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്നു. നിങ്ങളറിയാത്ത ചില രഹസ്യങ്ങൾ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു. എന്താണ് അവരുടെ സിറ്റുവേഷൻ? ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും എൻഗേജ്മെൻ്റ് ഒക്കെ ഉറപ്പിച്ച വ്യക്തിയായിരിക്കാം. അപ്പം അത് നിങ്ങളോട് തുറന്നു പറയുന്നതിൽ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ പേടിയുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കാം ഇതിനോടകം തന്നെ. ചിലപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ എൻഗേജ്മെൻറ്റ് ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം അതിൻ്റേതായിട്ടുള്ള ചില ഭയങ്ങളും കൺഫ്യൂഷനും നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. അപ്പം നിങ്ങളോട് ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ ഓർത്തിട്ട് ഈ ഒരു വ്യക്തി നല്ലതായിട്ട് ഭയക്കുന്നതായിട്ട് കാണുന്നു. ഇപ്പോഴത്തെ സാഹചര്യം നിയന്ത്രണത്തിലാക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുന്നു. കാരണം അവരുടെ ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വ്യക്തിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഈ കാണുന്നത്. വളരെയധികം മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ തന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ അത് പാലിക്കാൻ കഴിയാത്തതിലുള്ള വിഷമമായിരിക്കാം ഈ ഒരു വ്യക്തിക്കുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്കുള്ള മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങളോടെല്ലാം തുറന്നു പറയണം. ആ ഒരു വ്യക്തിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പം നിങ്ങളോട് കാര്യം അവതരിപ്പിക്കണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ വരുന്നതായിട്ട് കാണുന്നു. അപ്പം എന്തായാലും നിങ്ങളോടെല്ലാം തുറന്നു പറയണമെന്നാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആ ഒരു വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്, നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുമോ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്നേക്കുമായിട്ട് അവസാനിച്ചു പോകുമോ എന്നുള്ളത് ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് ഭയക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇത് നിങ്ങളോട് ചിലപ്പോൾ തുറന്നു പറയുമായിരിക്കാം ഈ ഒരു വ്യക്തി. പക്ഷേ ഈ ഒരു വ്യക്തി അതേ രീതിയിൽ തന്നെ ഈ ഒരു വ്യക്തി നല്ല രീതിക്ക് വിഷമിക്കുന്നതായിട്ടും കാണുന്നു. ഇതറിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ ഓർത്തിട്ടായിരിക്കാം. പക്ഷെ ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്നേഹമുണ്ട്. ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങളായിരിക്കാം ആ ഒരു വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫാമിലിയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അതുകൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിയുടെ എൻഗേജ്മെൻ്റ് ഒക്കെ ഇവരുടെ വീട്ടുകാർ ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ താങ്ങാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ, സത്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം, ഇപ്പോൾ നിങ്ങളുടെ ഓക്വേർഡ് സിറ്റുവേഷൻ ആയിരിക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിലവിൽ നിങ്ങളുടെ സാഹചര്യം ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ആയിരിക്കാം. പക്ഷേ എന്തായാലും ഇവിടെ ഈ ഒരു സാഹചര്യം മാറുന്നതായിട്ട് കാണുന്നു. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ് എന്നുള്ളതായിരിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെയധികം ജാഗ്രതയോടുകൂടി ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഭയക്കുന്നത് ചിലപ്പോൾ അവരുടെ ലൈഫിൽ വന്ന എന്തെങ്കിലും തരത്തിലുള്ള എൻഗേജ്മെൻ്റ് ആയിരിക്കാം, എന്തെങ്കിലും വിവാഹമൊക്കെ ഉറപ്പിച്ച ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളാണ് നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കുന്നത്. അപ്പം അത് നിങ്ങളോട് ചിലപ്പോൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു, പൂർണ്ണമായിട്ട് നിങ്ങളോടൊന്നും മനസ്സ് തുറക്കുന്നില്ലെന്ന്. അപ്പം ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അതേസമയം തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഭയക്കുന്നുമുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനും നിങ്ങളോട് സത്യം തുറന്നു പറയാനും അതുപോലെ തന്നെ വളരെയധികം ജാഗ്രതയോട് കൂടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എൻഗേജ്മെൻ്റ് ഒന്നും ഉറപ്പിച്ച ഒരു പേഴ്സൺ അല്ല എങ്കിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ഫാമിലി ഉള്ള കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മാരീഡ് ആണെന്നുള്ളത് നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അത് ചിലപ്പോൾ പറയാത്തതിൽ ആ ഒരു വ്യക്തിക്ക് വളരെയധികം നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളോട് സത്യം തുറന്നു പറയാത്തതിൽ. അപ്പം എന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ഇത് അറിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇട്ടേച്ച് പോകുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു പേഴ്സണെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. പക്ഷേ എന്തായാലും ഈ ഒരു സത്യങ്ങൾ വൈകാതെ വെളിച്ചത്തിലേക്ക് വരും എന്നുള്ളൊരു സൂചനയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അപ്പം എന്തായാലും ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം ജാഗ്രതയോട് കൂടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. ഇവിടെ മാരേജ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ മാരേജ് കാർഡ് വന്നതുകൊണ്ടാണ്, എൻഗേജ്മെൻറ്റ് കാർഡ് വന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊരു ഫാമിലി കാർഡുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ ഫാമിലി ഉണ്ടെന്നുള്ള കാര്യം ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മാരീഡ് ആണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അത് പറയാതെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഈ ഒരു വ്യക്തി കടന്നു വന്നത്. അപ്പോൾ അത് ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനസിക സമ്മർദ്ദമാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ക്രോസ് റോഡിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യവും നിങ്ങളോട് തുറന്നു പറയുന്നില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മെൻ്റൽ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് നിലനിൽക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോകാനായിട്ട് കഴിയുന്നില്ല. നിങ്ങൾ ഇത് മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. നിങ്ങളൊരു ക്രോസ് റോഡിലാണ് എന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്കുള്ള അഡ്വൈസ് നോക്കാം.
ഇവിടെ ടവറാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചാണ് വരാനായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ചേഞ്ചിനെ കരുതിയിരിക്കണം. അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ ആയിരിക്കാം വരുത്തുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെല്ലാം മാറി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതാണ് ഈ ഒരു സംഭവത്തിന് ശേഷം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് കരുതിയിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ടവർ കാർഡ് വന്നത്? ടവർ കാർഡ് വന്നതെന്ന് പറഞ്ഞാൽ ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരാനായിട്ട് പോകുന്നു. ചില ക്ലാരിറ്റി, ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, ആ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നു. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇത്രയും കാലം നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മാരീഡ് ആയിരിക്കാം. ചിലപ്പോൾ ആ ഒരു മാരീഡാന്നുള്ള കാര്യം മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ചില സത്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ചില സത്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കാനായിട്ട് പോകുന്നു. ചില സത്യങ്ങൾ പുറത്തേക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ളൊരു സൂചന എനിക്കിവിടെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം. നിങ്ങൾ വളരെ കാലമായിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കാം. എന്തോ ഒരു കാര്യം ഇതിനകത്ത് മറഞ്ഞിരിക്കുന്നു, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില സത്യങ്ങൾ മറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ ആ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കുറേ കാലമായിട്ട് അന്വേഷിച്ച് നടന്നതാണെന്ന് കാണുന്നു. അതെല്ലാം വെളിച്ചത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ട്രാപ്പായി പോയിരിക്കുന്നു, എനിക്കിതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എൻ്റെ ലൈഫിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ നിങ്ങൾ സ്വയമേ കുറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ വളരെയധികം നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. ഇത് നിങ്ങളുടെ ചിന്തകളുടെ മതിലാണ്, അതിനുള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കാവുന്നതേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് വളരെയധികം കൺഫ്യൂഷനുണ്ട്, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പം വൈകാതെ ഇവിടെ എന്തായാലും ഒരു ക്ലാരിറ്റി കിട്ടുന്നത് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷൻ നോക്കിയപ്പോഴും ടവർ കാർഡ് വന്നു, നിങ്ങളുടെ സിറ്റുവേഷനിലും ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. എന്തോ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, മറഞ്ഞിരുന്ന കാര്യങ്ങൾ വെളിച്ചത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനയാണ് കിട്ടുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് പോകുന്നു എന്നുള്ളൊരു സൂചനയാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു റീഡിംഗ് റെസൊണേറ്റ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന എനർജി ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ചില സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്.